മസിലൊക്കെ ഉണ്ടാക്കാൻ നല്ല പവർ കിട്ടാൻ വർക്കൗട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ റിക്കവറാകാൻ സ്റ്റിറോയിഡുകൾ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സംഭവം ശരിയാണ്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ വീഡിയോയിൽ ഈ സ്റ്റിറോയിഡ് നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്, ഇതിന് പിന്നിലെ സയൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എല്ലാ സ്റ്റിറോയിഡുകളും ഒരേപോലെയല്ല. സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് 4 വളയങ്ങളുള്ള ഒരു പ്രത്യേകതരം മോളിക്യൂൾ ഘടനയുള്ള എല്ലാ സംയുക്തങ്ങളെയും പൊതുവെ വിളിക്കുന്ന പേരാണ്. കാർഡിയാക് സ്റ്റിറോയിഡുകൾ അത്ര പേടിക്കേണ്ട, കാരണം ശരീരത്തിലെ നീർക്കെട്ടും അലർജിയും ആസ്തമയുമൊക്കെ കുറയ്ക്കാൻ ഡോക്ടർമാർ പോലും ഇത് കൊടുക്കാറുണ്ട്. പലർക്കും ഈ കാർഡിയാക് സ്റ്റിറോയിഡിനെക്കുറിച്ച് അറിയാമായിരിക്കും. പക്ഷേ കൊളസ്ട്രോളും ഈസ്ട്രജനുമൊക്കെ സ്റ്റിറോയിഡുകളാണെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം. കാരണം അവയ്ക്കും ഇതേ 4 വളയങ്ങളുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ സ്റ്റിറോയിഡ് എന്ന് പറയുമ്പോൾ മസിൽ കൂട്ടാൻ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന അനാബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ സ്റ്റിറോയിഡുകൾ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ഒരു ആരോഗ്യമുള്ള പുരുഷന്റെ ടെസ്റ്റിക്കിൾസ് ദിവസവും 4 മുതൽ 9 മില്ലിഗ്രാം വരെ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. എന്നാൽ സിന്തറ്റിക് ടെസ്റ്റോസ്റ്റിറോൺ എടുക്കുമ്പോൾ ശരീരത്തിലൂടെ ഒഴുകുന്ന ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വളരെയധികം വർദ്ധിക്കും. നമ്മുടെ ശരീരം ഈ പുറത്തുനിന്നുള്ള ടെസ്റ്റോസ്റ്റിറോണിനെയും സ്വന്തം ടെസ്റ്റോസ്റ്റിറോൺ പോലെ തന്നെ കണക്കാക്കും. അതുകൊണ്ടുതന്നെ ഈ ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ കോശങ്ങളിലേക്ക് കടന്ന് ആൻഡ്രോജൻ റിസപ്റ്ററുകളിൽ ചേരുന്നു. പിന്നീട് ഇത് കോശത്തിന്റെ മർമ്മത്തിൽ ചെന്ന് DNA-യുമായി ബന്ധിപ്പിക്കുന്നു. ഈ പ്രക്രിയ പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കുകയും പ്രോട്ടീൻ നശിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്ന 100 കണക്കിന് ജീനുകളെ സജീവമാക്കും. ഇതിന്റെ ഫലമായി നിങ്ങളുടെ മസിലുകൾ ഒരു പോസിറ്റീവ് പ്രോട്ടീൻ ടേൺഓവർ നിരക്കിൽ നിൽക്കും. മസിൽ വളർച്ചയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. കാരണം മസിൽ ഉണ്ടാക്കാൻ നശിക്കുന്ന പ്രോട്ടീനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ശരീരത്തിൽ നിർമ്മിക്കപ്പെടണം. ഈ രീതിയിലാണ് സ്റ്റിറോയിഡുകൾ മസിൽ വളർത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് ഇത് ബോഡി ബിൽഡർമാർക്കിടയിൽ ഇത്രയും ജനപ്രിയമായ ഒരു മരുന്ന്. പ്രോട്ടീൻ ടേൺഓവർ മെച്ചപ്പെടുത്തുന്നതിനു പുറമെ അനാബോളിക് സ്റ്റിറോയിഡുകൾ മസിൽ സെല്ലുകളിലെ ന്യൂക്ലിയസിന്റെ എണ്ണം കൂട്ടാനും സഹായിക്കുന്നു. ഈ ന്യൂക്ലിയസിനെ മയോ ന്യൂക്ലിയസ് എന്നും പറയും. ഇത് ഓരോ മസിലിന്റെയും കൺട്രോൾ സെന്ററാണ്. മയോ ന്യൂക്ലിയസ് കൂടുതലുള്ളത് മസിൽ വളർച്ചയ്ക്ക് നല്ലതാണ്. കാരണം ഒരു മസിലിന്റെ വളർച്ചയെ തീരുമാനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് അതിലുള്ള ന്യൂക്ലിയസിന്റെ എണ്ണമാണ്. അതായത് എത്രത്തോളം മയോ ന്യൂക്ലിയസ് ഉണ്ടോ അത്രത്തോളം വലിയ മസിലായി അത് മാറും. ഇത് ശരിക്കും ചിലർക്ക് നല്ല മസിൽ വളർച്ചാ ശേഷി ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടിയാണ്. കാരണം അവർക്ക് സ്വാഭാവികമായും കൂടുതൽ മയോ ന്യൂക്ലിയസ് ഉണ്ടാവാം. മസിൽ ഫൈബറുകളിലെ ന്യൂക്ലിയസുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കോശത്തിന്റെ ഭാഗത്തിന് ഒരു പരിധിയുണ്ട്. ഈ ഭാഗത്തിന് മയോ ന്യൂക്ലിയർ ഡൊമെയ്ൻ എന്ന് പറയും. ഒരു മസിൽ ഫൈബറിന്റെ വളർച്ച ഈ പരിധിക്ക് മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വളരാനുള്ള ഒരേയൊരു വഴി ആ കോശത്തിലേക്ക് പുതിയ ന്യൂക്ലിയസ് കൂട്ടിച്ചേർക്കുക എന്നതാണ്. ഈ പ്രക്രിയയെ മയോ ന്യൂക്ലിയർ അഡീഷൻ എന്ന് വിളിക്കുന്നു. സാധാരണയായി ഒരു മസിലിലേക്ക് പുതിയ ന്യൂക്ലിയസ് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഒരാൾക്ക് 1 മാസം കൊണ്ട് 20 കിലോ മസിൽ കൂട്ടാൻ പറ്റാത്തത്. എന്നാൽ സ്റ്റിറോയിഡ് എടുക്കുന്നതിലൂടെ ഈ പ്രക്രിയ വേഗത്തിലാക്കി മസിൽ കൂട്ടാൻ കഴിയും. ശരീരത്തിന് പുതിയ ന്യൂക്ലിയസുകൾ മസിൽ കോശങ്ങളിലേക്ക് വേഗത്തിൽ കൂട്ടിച്ചേർക്കാൻ സ്റ്റിറോയിഡുകൾ സഹായിക്കുന്നു. കൂടുതൽ ന്യൂക്ലിയസ് ഒരു തവണ മസിലിൽ വന്നാൽ അത് ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ നിലനിൽക്കും. സ്റ്റിറോയിഡ് എടുത്ത എലികളിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇത് വ്യക്തമാണ്. സ്റ്റിറോയിഡ് നിർത്തിയതിനു ശേഷം 3 മാസത്തിനുള്ളിൽ എലികളുടെ മസിൽ പഴയ നിലയിലേക്ക് തിരികെ പോയി. പക്ഷേ ആ കൂടുതൽ ന്യൂക്ലിയസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നത് താൽക്കാലികമായി മസിൽ കൂട്ടാൻ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ കൂടുതൽ മസിൽ ഉണ്ടാക്കാനും നിലനിർത്താനും സഹായിക്കുന്നത്. ചിലർ സ്റ്റിറോയിഡ് ഉപയോഗം നിർത്തിയാൽ കുറച്ച് മസിൽ കുറഞ്ഞേക്കാം. പക്ഷേ അവരുടെ മസിലുകളിൽ മയോ ന്യൂക്ലിയസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ടുതന്നെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വളർച്ചാ സാധ്യത അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് കായിക മത്സരങ്ങളിൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ഒരാളെ ജീവിതകാലം മുഴുവൻ വിലക്കണമെന്ന് ചിലർ പറയാനുള്ള കാരണം. സ്റ്റിറോയിഡ് ഉപയോഗം നിർത്തിയാലും അവർക്ക് ഒരു അന്യായമായ മേൽക്കൈ ഉണ്ടാകുമെന്നതാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. ഇപ്പോൾ സ്റ്റിറോയിഡുകൾക്ക് മസിൽ വളർത്താൻ എത്രത്തോളം കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 43 പുരുഷന്മാരെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് 10 ആഴ്ച നടത്തിയൊരു പഠനം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഗ്രൂപ്പ് 1, ഇവർക്ക് സ്റ്റിറോയിഡ് നൽകിയില്ല. ഇവർ വ്യായാമം ചെയ്തിട്ടുമില്ല. പ്രതീക്ഷിച്ചതുപോലെ മസിലുകളിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഗ്രൂപ്പ് 2, ഇവർക്ക് ആഴ്ചയിൽ 600 മില്ലിഗ്രാം ടെസ്റ്റോസ്റ്റിറോൺ കൊടുത്തു. പക്ഷേ ഇവർ വ്യായാമം ചെയ്തില്ല. ഇവർക്ക് 3 കിലോ മസിൽ കൂടി. ഗ്രൂപ്പ് 3, ഇവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ നൽകിയില്ല. പക്ഷേ ഇവർ വ്യായാമം ചെയ്തു. ഇവർക്ക് ശരാശരി 2 കിലോ മസിൽ കൂടി. ഗ്രൂപ്പ് 4, ഇവർക്ക് ആഴ്ചയിൽ 600 മില്ലിഗ്രാം ടെസ്റ്റോസ്റ്റിറോൺ കൊടുത്തു. അതോടൊപ്പം വ്യായാമം ചെയ്യുകയും ചെയ്തു. ഇവർക്ക് 6 കിലോ മസിലാണ് കൂടിയത്.
ചുരുക്കി പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ എടുത്ത് വ്യായാമം ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എടുക്കാതെ വ്യായാമം ചെയ്യുന്നതിനേക്കാൾ 10 ആഴ്ച കൊണ്ട് 3 ഇരട്ടിയിലധികം മസിൽ വളർച്ച നൽകി. മസിൽ കൂട്ടാനുള്ള കഴിവ് കൂടാതെ സ്റ്റിറോയിഡുകൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും. എങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി ഗവേഷകർക്ക് അറിയില്ലെങ്കിലും 3 സാധ്യതകളുണ്ട്. സ്റ്റിറോയിഡുകൾ നിങ്ങളുടെ മെറ്റബോളിസം കൂട്ടിയേക്കാം. അത് കൊഴുപ്പ് കോശങ്ങളിൽ നിന്ന് ഫാറ്റി ആസിഡ് പുറത്തുവിടുന്നതിന്റെ നിരക്കും ഫാറ്റ് ഓക്സിഡേഷനും കൂട്ടിയേക്കാം. പുതിയ കൊഴുപ്പ് കോശങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സഹായിച്ചേക്കാം. സ്റ്റിറോയിഡുകൾ ഫാറ്റ് കുറയ്ക്കുന്നതിന് എത്രത്തോളം ഫലപ്രദമാണെന്ന് മനസ്സിലാക്കാൻ ഒരു പഠനം സഹായിക്കും. ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരുടെ ശരീരത്തിലെ സ്വാഭാവിക ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം കുറച്ച് അവർക്ക് 25, 50, 125, 300, 600 മില്ലിഗ്രാം വീതം ടെസ്റ്റോസ്റ്റിറോൺ അനാബോളിക് സ്റ്റിറോയിഡ് നൽകി. 20 ആഴ്ചകൾക്ക് ശേഷം ടെസ്റ്റോസ്റ്റിറോൺ അളവും ശരീരത്തിലെ കൊഴുപ്പിലുണ്ടായ മാറ്റങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. കുറഞ്ഞ ഡോസ് ടെസ്റ്റോസ്റ്റിറോൺ കിട്ടിയ ഗ്രൂപ്പിൽ കൊഴുപ്പ് കൂടി, എന്നാൽ ഉയർന്ന അളവിൽ ടെസ്റ്റോസ്റ്റിറോൺ കിട്ടിയവർക്ക് ശരീരത്തിലെ കൊഴുപ്പും പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പും വലിയ തോതിൽ കുറഞ്ഞു. അതായത് സ്റ്റിറോയിഡുകൾ മസിൽ വളർച്ചയും കൊഴുപ്പ് കുറയ്ക്കലും ഒരുപോലെ വേഗത്തിലാക്കുന്നു. എന്നാൽ ഈ നേട്ടങ്ങൾക്കപ്പുറം സ്റ്റിറോയിഡിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിന്തറ്റിക് ടെസ്റ്റോസ്റ്റിറോൺ എടുക്കുന്നത് സ്വാഭാവിക ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം കുറയ്ക്കും. ഇത് ടെസ്റ്റിക്കിൾസ് ചെറുതാകാൻ കാരണമാകും. ഇത് വെറും സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, ബീജമുണ്ടാകുന്നത് കുറയ്ക്കുകയും ഭാവിയിൽ കുട്ടികളില്ലായ്മയ്ക്ക് വരെ കാരണമാവുകയും ചെയ്യാം. പ്രൊഫസർ അലാൻ പേസി പുരുഷന്മാരുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിൽ വിദഗ്ധനാണ്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന 90% പേർക്കും കുട്ടികളില്ലായ്മ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ചിലർക്ക് സ്റ്റിറോയിഡ് ഉപയോഗം നിർത്തുമ്പോൾ ഈ പ്രശ്നം മാറിയേക്കാം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ ഇത് പുരുഷന്മാരുടെ കുട്ടികളുണ്ടാകാനുള്ള കഴിവിനെ സ്ഥിരമായി നശിപ്പിക്കാൻ വരെ സാധ്യതയുണ്ട്. കൂടാതെ സ്റ്റിറോയിഡ് ശരീരത്തിന് മറ്റ് ഗുരുതരമായ ദോഷങ്ങളും ഉണ്ടാക്കും. ഹൃദയാരോഗ്യ പ്രശ്നങ്ങളാണ് അതിലൊന്ന്. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയത്തിലെ വെൻട്രിക്കിളുകളുടെ പ്രവർത്തനം കുറയുക, ഹൃദയാഘാതം, ആർട്ടറി കേടുപാടുകൾ, പക്ഷാഘാതം പോലുള്ള അപകടകരമായ കാര്യങ്ങൾ വരെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് പോലും ഉണ്ടാകാം. സ്റ്റിറോയിഡുകൾ ചീത്ത കൊളസ്ട്രോളായ LDL കൂട്ടുകയും നല്ല കൊളസ്ട്രോളായ HDL കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയസംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കരുതുന്നു. കൂടാതെ ഇത് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. വേറൊരു പ്രശ്നം, സ്റ്റിറോയിഡ് അമിതമായി ഉപയോഗിക്കുന്നത് കരളിന് കേടുപാടുകൾ ഉണ്ടാക്കാം. ഇത് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾക്കും അപൂർണമായി കരളിൽ രക്തം നിറഞ്ഞ സിസ്റ്റുകൾ രൂപപ്പെടാനും ചിലപ്പോൾ ഈ സിസ്റ്റുകൾ പൊട്ടി ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പുറമെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നത് ചിലരിൽ ദേഷ്യവും ആക്രമണോത്സുകതയും വർദ്ധിപ്പിക്കാൻ കാരണമാകാം. ചിലർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷേ പഠനങ്ങൾ കാണിക്കുന്നത് 60% അനാബോളിക് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നവർക്ക് ചെറിയ കാര്യത്തിന് പോലും ദേഷ്യവും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എടുത്തു ചാടുന്ന സ്വഭാവവും കാണിക്കാറുണ്ട്. സ്റ്റിറോയിഡ് ഉപയോഗം ചർമ്മപ്രശ്നങ്ങൾക്കും കാരണമാകാം. ഉദാഹരണത്തിന് മുഖക്കുരു, മുടികൊഴിച്ചിൽ, സിസ്റ്റുകൾ ഉണ്ടാകുക, എണ്ണമയമുള്ള മുടിയും ചർമ്മവും ഉണ്ടാകുക എന്നിവയെല്ലാം ഇതിന്റെ പാർശ്വഫലങ്ങളാണ്. ഇതൊക്കെ കൂടാതെ സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്യേണ്ടി വരുന്നതിനാൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഭാഗത്ത് വേദനയും അണുബാധയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബോഡി ബിൽഡർമാർക്ക് വലിയ പേടിയാണ് മറ്റൊരു കാര്യം, ഗൈനക്കോമാസ്റ്റിയ, അതായത് പുരുഷന്മാരിൽ മാറിടം വളരുക. സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന 37% പേരിലും ഇതൊരു സാധാരണ സൈഡ് എഫക്റ്റാണ്. കാരണം സ്റ്റിറോയിഡ് ഇത് ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പെൺ ഹോർമോണായ ഈസ്ട്രജനായി മാറും. അതിന്റെ ഫലമായി മാറിടം വളരാൻ തുടങ്ങും. നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റിറോയിഡ് ഉപയോഗം നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ സ്വാഭാവിക ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം സാധാരണ നിലയിലേക്ക് എത്താൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ചിലരിൽ ഈ പ്രശ്നം സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യാം. ഇതിന്റെ അർത്ഥം സ്റ്റിറോയിഡ് നിർത്തുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ മസിലുകൾ നഷ്ടപ്പെടുകയും കൊഴുപ്പ് തിരികെ വരികയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോഴുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളായ വിഷാദം, ഊർജ്ജക്കുറവ്, ഓർമ്മക്കുറവ്, ആത്മവിശ്വാസമില്ലാതിരിക്കുക, ഉദ്ധരണക്കുറവ് തുടങ്ങിയവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. ഈ പ്രശ്നങ്ങൾ പലതും ആധുനിക കാലത്തെ പുരുഷന്മാർ നേരിടുന്ന മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പോൺ അഡിക്ഷൻ, അമിതമായ സ്വയംഭോഗം എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഊർജ്ജം മുഴുവൻ ചോർത്തിക്കളയും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരു പരിഹാരം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ശക്തമായൊരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി തിരികെ പിടിക്കാനുള്ള അവസരം നിങ്ങൾക്കിതാ മുന്നിൽ. താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ചേരാം. അതിനായി ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റിലുള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സ്റ്റിറോയിഡുകളെക്കുറിച്ച് നിങ്ങൾ കേട്ട കഥകൾ എന്തെല്ലാമാണ്? നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.